കേരളത്തിലെ വ്യവസായ ചരിത്രത്തിലെ നിർണായകമായ ഒരു ചുവടുവയ്പ്പാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതായത് കളമശ്ശേരിയിൽ അദാനി ലോജിസ്റ്റിക്സിൻ്റെ ഏതാണ്ട് 600 കോടി രൂപ നിക്ഷേപം വരുന്ന ഒരു വലിയ പ്രോജക്റ്റ് അതിൽ അദാനി നിക്ഷേപിക്കുകയാണ്. കേരള സർക്കാർ പറയുന്നു കേരള സർക്കാരിൻ്റെ വലിയൊരു കുതിച്ചുചാട്ടമാണിതെന്ന്. അദാനി സ്വന്തം കമ്പനിയിലേക്ക് പണം നിക്ഷേപിക്കുന്നത് കേരളത്തിൻ്റെ വികസനമായിട്ട് എങ്ങനെയാണ് സർക്കാരിന് അവകാശപ്പെടാൻ പറ്റുക? ന്യായമായൊരു ചോദ്യമാണ് സിനുജി. ഇന്ന് രാവിലെ നമ്മൾ കേരളത്തിലെ മുഴുവൻ മനസാക്ഷിയുള്ള മനുഷ്യർക്കും വേണ്ടി ഉയർത്തുന്ന ഒരു ചോദ്യമാണ്. എല്ലാ മാധ്യമങ്ങളും ഉയർത്തേണ്ട ചോദ്യമാണ്. 70 ഏക്കർ ഭൂമിയാണ് കേരള സർക്കാർ വിട്ടുകൊടുക്കുന്നത്. അദാനിയുടേതാണ് കമ്പനി. അദാനി ലോജിസ്റ്റിക്സ് എന്നാണ് പേര്. അവിടെ 600 കോടി നിക്ഷേപിക്കുന്നു. ആകെ കിട്ടാൻ പോകുന്നത് മലയാളികളായ കുറച്ച് പേർക്ക് തൊഴിൽ കിട്ടിയാൽ നന്നായി. ആ വികസനം എങ്ങനെയാണ് അത് കേരള ഗവൺമെൻറ്റിൻ്റെ വികസനമായി തീരുന്നത്? അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ചെറിയ ചോദ്യമല്ല. 600 കോടി മാത്രമല്ല, അതിനോടനുബന്ധിച്ച് നമ്മുടെ വ്യവസായ മന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് കേരള വികസനത്തിൻ്റെ വലിയ കുതിച്ചുചാട്ടമാണ്. ഇനി ഇന്ന് 600 കോടി മുടക്കുന്ന ഒരു ലോജിസ്റ്റിക്സ് മനസ്സിലായോ? ലോജിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അതിവേഗം കയറ്റി അയക്കാനുള്ള സംവിധാനമാണ്. നമ്മൾ ഓർത്താൽ മതി. ഇതൊക്കെ ഓർക്കേണ്ടത് എന്താ വെച്ചാൽ വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ നമ്മുടെ വ്യവസായ മന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നത് 30,000 കോടി കൂടി അദാനി മുടക്കും. എവിടെയെന്നറിയോ? ഒന്ന്, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനത്തിന് ഫണ്ട് അദ്ദേഹം മുടക്കും. 2, തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ വികസനത്തിന് ഫണ്ട് മുടക്കും. ഈ 2 സാധനം ആരുടെയാണ്? ഇത് പൂർണ്ണമായും അദാനിയുടേതാണ്. ഞാൻ പറഞ്ഞ PPP പോലുമല്ല, പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ പോലുമല്ല, പൂർണ്ണമായും അദാനിയുടെ പ്രൈവറ്റ് പ്രോജക്റ്റാണ്. അദാനി മുതലാളിക്ക് കേരളം മുഴുവൻ ഇപ്പോൾ ആദ്യം വിഴിഞ്ഞത്ത് തുറമുഖം, തിരുവനന്തപുരത്തെ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ കടലും ആകാശവും നമ്മൾ തീരെഴുതി കൊടുക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലോജിസ്റ്റിക്സ് കൊച്ചിയിൽ, ഇപ്പോൾ കളമശ്ശേരിയിൽ. അപ്പോൾ ഇതിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. ഈ അദാനി മുതലാളി സ്വന്തം കമ്പനി വികസിപ്പിക്കുന്നതിനെ കേരള വികസനം എന്നെങ്ങനെ പറയും? ഇതോട് ചേർത്ത് ചോദിക്കേണ്ട ചോദ്യമുണ്ട്. ഇനിയിപ്പോൾ സ്വകാര്യ മുതലാളിമാരുടെ നിക്ഷേപം വികസനമായി തന്നെ നമ്മൾ കാണുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 10 കൊല്ലമായി, ഏതാണ്ട് 10ാം കൊല്ലത്തിലാണ് ഇപ്പോൾ ഈ അദാനിയുടെ ഈ പ്രോജക്റ്റ് വന്നു എന്ന് പറയുന്നത്. ബാക്കി 2 അതിന് മുമ്പേ വന്നതാണ്. ഇപ്പോൾ തിരുവനന്തപുരം തുറമുഖം ഈ വിമാനത്താവളം കൈമാറിയത് അതിന് ശേഷമാണെന്ന് പറയാം. മറ്റേത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വെച്ച എഗ്രിമെൻ്റാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതിനിടയിൽ കഴിഞ്ഞ 10 കൊല്ലമായി നമ്മുടെ മുഖ്യമന്ത്രി ലോകം മുഴുവൻ നടന്നിട്ട് നിക്ഷേപകരെ ക്ഷണിക്കുകയാണ്. പോകുന്നതിന് മുമ്പും പുറത്തു വന്നല്ലോ വാർത്ത. 10 കൊല്ലമായി മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഒറ്റക്കല്ല, മുഖ്യമന്ത്രിയും കുടുംബവും പരിവാരങ്ങളും മാത്രമല്ല ഉദ്യോഗസ്ഥ വൃന്ദവും ഒക്കെ 100 കണക്കിന് ആളുകളാണ് ഓരോ യാത്രയിലും പോയത്. ഇവർ പോയത് 25 വിദേശ യാത്രകൾ നടത്തി. എന്തിനാ പോയത്? നിക്ഷേപം കൊണ്ടുവരാൻ. പോകുന്നതിന് മുമ്പ് നിയമസഭയോട് പറഞ്ഞു ഞങ്ങൾ ഇത്ര നിക്ഷേപം, ഓരോന്നിൻ്റെയും ആയിരക്കണക്കിന് കോടികളുടെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇത്ര എഗ്രിമെൻ്റ് വെച്ചിരിക്കുന്നു, ലോകമെങ്ങുമുള്ള മുതലാളിമാർ കേരളത്തിൽ നിക്ഷേപിക്കുന്നു. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വിവരം നമ്മൾ കണ്ടില്ലേ? വിവരാവകാശ പ്രകാരം KSIDC, ഇതിൻ്റെയൊക്കെ കോർഡിനേറ്റ് ചെയ്യേണ്ട ഏജൻസിയാണ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, KSIDC. അവർക്ക് വിവരാവകാശ പ്രകാരം കൊടുത്ത ഒരു രേഖ ഏഷ്യാനെറ്റ് തന്നെയാണ് പുറത്തുവിട്ടത്. ആ രേഖ കൊടുത്ത മറുപടി, നാളിതുവരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും നടത്തിയ വിദേശയാത്രകളുടെ ഫലമായി 1 നയാ പൈസയുടെ നിക്ഷേപവും കേരളത്തിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ലോക മുതലാളിമാരാരും വന്നില്ല. പിന്നെ ആർക്കാണിപ്പോൾ നമ്മൾ ഈ നിക്ഷേപം ആകെ വന്നു എന്ന് പറയുന്ന പദം? നിക്ഷേപം വന്നിരിക്കുന്നു. ഇവിടെ ഒരു നിക്ഷേപ സമ്മിറ്റ് നടത്തിയിരുന്നല്ലോ, ആഗോള നിക്ഷേപ സംഗമം എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ട്. കുഞ്ഞാലിക്കുട്ടിയുടെ കാലം തൊട്ട് തുടർന്ന് വരുന്ന ഒരു ആചാരമാണത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ നിക്ഷേപം വന്നത്. എന്തിന്? അദാനിക്ക് ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? അദാനിക്ക് തുറമുഖം കൊടുത്തു, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊടുത്തു. അന്ന് ഇടതുപക്ഷം വലിയ സമര പരമ്പരകൾ നടത്തി. പിന്നീട് അന്ന് വലിയ കമ്മീഷൻ ആരോപണങ്ങൾ ഉണ്ടായി. പിന്നീട് കരാറിൻ്റെ എമൗണ്ട് കൂട്ടി വലിയ കമ്മീഷൻ പറ്റി എഗ്രിമെൻ്റ് ഒപ്പുവെച്ചു പിണറായി വിജയൻ വന്നപ്പോൾ. അപ്പോൾ എന്തായി? അദാനി തൊഴിലാളി വർഗത്തിൻ്റെ മുതലാളിയായി. ഇങ്ങനെയുള്ള എല്ലാ ഏർപ്പാടും ഈ യുദ്ധം ഇപ്പോൾ ഇവർ ലോകമഹായുദ്ധത്തിലൊക്കെ സ്വീകരിച്ച നിലപാട് പോലെയാണല്ലോ. ആലോചിച്ച് നോക്കൂ, യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ അപ്പുറത്താണെങ്കിൽ നമ്മൾ ബ്രിട്ടനെതിരാണ്, സോവിയറ്റ് യൂണിയൻ ഇപ്പുറത്താണെങ്കിൽ നമ്മൾ അവർക്ക് അനുകൂലമാണെന്ന് പറയും പോലുള്ളൊരു നിലപാടാണിത്. അദാനി മുതലാളിക്ക് അനുകൂലമായി. ഇപ്പോൾ അദാനി മുതലാളി ഇടതുപക്ഷമായിട്ടാണ് എഗ്രിമെൻ്റ് വെച്ചതുകൊണ്ട് വന്നു, തുറമുഖം പൂർത്തിയായി. ആ തുറമുഖത്തിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്കും എതിരായിട്ട് വലിയ സമരം നടന്നല്ലോ അവിടെ. അവിടുത്തെ ഇടവകയും ഈ പള്ളിയിലച്ചന്മാരും കന്യാസ്ത്രീകളും ഒക്കെ ചേർന്ന് തൊഴിലാളികളെ സംഘടിപ്പിച്ച് സമരം ചെയ്തപ്പോൾ അവിടെ ഇപ്പുറത്ത് ബദൽ സമരപ്പന്തൽ കെട്ടിയതാരാ?
CPM-ന്റെ സമരപ്പന്തൽ, സമരം പൊളിക്കാൻ അദാനി മുതലാളിക്ക് വേണ്ടിയിട്ട് ഇപ്പുറത്ത്. അന്ന് രാഷ്ട്രീയമായ കാരണങ്ങളാൽ BJP-യും അതിൻ്റെ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം കേരളത്തിൽ അദാനിയെ പിന്തുണക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ BJP-ക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ സത്യത്തിൽ ഇപ്പോൾ അദാനി തുറമുഖത്ത് ചരക്കുകൾ വരുന്നു. ഈ ചരക്കുകൾ ഇവിടെ പ്രോസസ്സ് ചെയ്തിട്ട് തിരിച്ചെടുത്തിട്ട് ലോകരാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കണം. അതിന് അദാനി മുതലാളിക്ക് ലോജിസ്റ്റിക്സ് വേണം. അപ്പോൾ കളമശ്ശേരിയിൽ 70 ഏക്കർ ഭൂമി സർക്കാരിൻ്റെ ഭൂമിയാണ്, സർക്കാർ കൊടുത്ത ഭൂമിയാണ്. അവിടെയാണ് നിക്ഷേപിക്കുന്നത് എന്താ? ഒരു കമ്പനി വരുന്നു, ആർക്കാ ലാഭം? 100% അദാനി മുതലാളിക്ക്. ആകെ ഉണ്ടാകാൻ പോകുന്ന ഒരു ഗുണം നമ്മൾ തള്ളിക്കളയുന്നില്ല. ആകെ ഉണ്ടാകാൻ പോകുന്ന ഒരു ഗുണം, ഈ സ്വകാര്യ കമ്പനിയിൽ കുറേ പേർക്ക്, മലയാളികൾക്ക് ജോലി കിട്ടുമെങ്കിൽ, ഇതൊക്കെ അറിയാലോ, ഈ ജോലികളിലൊക്കെ വലിയ വിദഗ്ധന്മാരും ഇവരുടെ ആളുകളും, കേരളത്തിലെ വൻകിട കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന മലയാളികൾ എത്ര ശതമാനം ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഇതൊക്കെ ലോകവ്യാപകമായി മുതലാളിമാരെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ദേശവ്യാപകമായുള്ള വൻകിടക്കാരെ കൊണ്ടുവന്ന് ജോലി കൊടുക്കാനാണ് മിക്കവാറും സംഭവിക്കുക. എന്തായാലും ആ ഒരു ജാഗ്രതയെങ്കിലും പുലർത്തിയാൽ നല്ലത്. പക്ഷേ ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യം, ഈ അദാനിയോടുള്ള ഇവരുടെ സമീപനം എന്താ? അദാനി ലോകം മുഴുവൻ നടന്ന് ബിസിനസ് നടത്തുന്നുണ്ട്, ലോകരാജ്യങ്ങളിലൊക്കെ തുറമുഖം ഉണ്ടാക്കുന്നുണ്ട് പലയിടത്തും. മാത്രമല്ല ലോകരാജ്യങ്ങളിലെ അദ്ദേഹത്തിന് വ്യവസായ കരാറുകൾ കിട്ടാൻ വേണ്ടി നമ്മുടെ കേന്ദ്ര ഭരണകൂടവും പ്രധാനമന്ത്രിയൊക്കെ സഹായിക്കുന്നു എന്ന ആക്ഷേപമാണ് ഇവർക്കുള്ളത്. ഇത് എത്രയോ കാലമായിട്ട് ഇവർ പറയുന്നത്. കാരണം അദാനിക്ക് വേണ്ടിയിട്ട് ഈ കേന്ദ്ര സർക്കാർ വിട്ടുവീഴ്ച ചെയ്യുന്നു, പ്രധാനമന്ത്രി അദാനിയെ സംരക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സമര പരമ്പരകൾ നടത്തിയ പാർട്ടിയാണ് CPM. അവർ നേതൃത്വം നൽകുന്ന ഈ കേരളത്തിലെ സർക്കാർ ഇപ്പം വീണ്ടും അദാനിക്ക് മുമ്പിൽ കീഴടങ്ങുന്നല്ലേ പറയാൻ പറ്റുള്ളൂ. എത്ര ദയനീയമാണ് ആലോചിച്ച് നോക്കൂ. ഇവർ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പൊ ഇന്ത്യ മുന്നണിയുടെ നേതാവാണ് രാഹുൽ ഗാന്ധിയോട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വിയോജിപ്പുള്ള കൂടുതൽ പ്രധാനപ്പെട്ട കാര്യമാണ്. അദാനി എന്ന വാക്ക് മാത്രം ആർത്ത് വിളിച്ചിട്ട് എത്ര മാസമാണ് ഇന്ത്യൻ പാർലമെന്റ് സ്തംഭിപ്പിച്ച്, ഓർമ്മയില്ലേ? അദാനിയെ കുറിച്ച് പറയൂ. ഇത് ആ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ? അതിന്റെ കൂടെ നിന്ന് ഒച്ച വെച്ചവരും അതിനൊക്കെ പാർലമെന്റ് സ്തംഭിപ്പിച്ചവരുമാണ് കേരളത്തിലെ ഇടതുപക്ഷവും. ആ ഇടതുപക്ഷമാണ് അപ്പോൾ ഇടതുപക്ഷ പാർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത്. നരേന്ദ്രമോദി ഭരിക്കുന്നത് അദാനിക്ക് വേണ്ടിയാണെങ്കിൽ ഇടതുപക്ഷം ഭരിക്കുന്നതോ? കേരള ചരിത്രത്തിൽ എടുത്തു നോക്കൂ. കേരള ചരിത്രത്തിലേക്ക് ഏറ്റവും വലിയ നിക്ഷേപം കൊണ്ടുവന്ന മുതലാളി ടാറ്റയല്ല, ബിർള കൊണ്ടുവന്ന ഒരേ ഒരു വ്യവസായം നമുക്ക് ഓർമ്മയുണ്ട്. അത് മാവൂരിലെ ഗോളിയൂർ അയോൺസ് ആയിരുന്നു. അത് സാക്ഷാൽ EMS ഭരിക്കുമ്പോൾ കൊണ്ടുവന്നതാണ്, കമ്മ്യൂണിസ്റ്റ് കൊണ്ടുവന്നതാണ്. അത് കുറച്ച് കാലത്തേക്ക് നന്നായി പ്രവർത്തിച്ചു, കുറേ പേർക്ക് ജോലി കൊടുത്തു, നല്ല ശമ്പളം കൊടുത്തു. അവർക്ക് കേരളത്തിന്റെ പാരിസ്ഥിതി മുഴുവനും, കേരളത്തിലെ കാടുകളിലെ മുളകൾ മുഴുവൻ വെട്ടിത്തീർന്നപ്പോൾ കുറഞ്ഞ വിലക്കാണ്, 1 രൂപയോ മറ്റോ ആണ് ഒരു ടണ്ണിന് അങ്ങനെ കൊടുത്തിരുന്നത്. തുച്ഛമായ വിലക്ക് കേരളത്തിന്റെ മുള മുഴുവൻ വെട്ടി തീർന്നപ്പോൾ ഒന്ന് സഞ്ചരിച്ചു നോക്കൂ, കേരളത്തിൽ എവിടെയെങ്കിലും മുളയുണ്ടോന്ന്. മുള വെട്ടി തീർന്നപ്പോൾ അവരെ കമ്പനി പൂട്ടിക്കെട്ടിപ്പോയി. അപ്പോൾ ആ ഭൂമി പോലും ഇപ്പോഴും കേരള ഗവൺമെന്റിന് തിരിച്ചു കൈമാറിയിട്ടില്ല. അത് വലിയ ഡിസ്പ്യൂട്ടും തർക്കവും നടക്കുകയാണ്. ഭൂമി പോലും നമുക്കൊന്നും ചെയ്യാം, 1000-കണക്കിന് ഏക്കർ ഭൂമിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ മുതലാളിമാരോടുള്ള ഒരു ദാസ്യവേല പുതിയ കാലത്ത്, സത്യത്തിൽ പണ്ട് തന്നെ കേരളത്തിലൊരു വികസന മാതൃക അതാണ്, EMS-ന്റെ കാലം തൊട്ടേയുള്ള വികസന മാതൃക. ആ മാതൃകയിൽ കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരാണ്. അദാനി എന്ന് ആർത്ത് വിളിക്കും. അതേ അദാനിക്ക് ചുവപ്പ് പരവതാനി വിരിച്ച് ഇവിടെ കൊണ്ടുവരാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ആലോചിച്ച് നോക്കൂ, കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിലെ ദേശീയ പ്രാധാന്യമുള്ള തുറമുഖമാണ് നമ്മുടെ വിഴിഞ്ഞം. അത് അദാനിയുടെ പോക്കറ്റിലാണ്. കേരളത്തിലെ മർമ്മപ്രധാനമായ വിമാനത്താവളമാണ് തിരുവനന്തപുരം. ഈ വിമാനത്താവളത്തിന്റെ പേരിൽ എന്തുമാത്രം വലിയ സമരങ്ങൾ നടന്നു അദാനിക്ക് കൊടുത്തെന്ന് പറഞ്ഞത്. ഈ വിഴിഞ്ഞം തുറമുഖം വന്നപ്പോഴത്തേക്ക് അദാനി വരുന്നു എന്ന് പറഞ്ഞിട്ട് ബഹളമായി. അപ്പോൾ അവിടേക്ക് 30,000 കോടി രൂപയുടെ നിക്ഷേപം ഇനിയും നടത്തുമെന്ന് വ്യവസായ മന്ത്രി P. രാജീവ് പറയുമ്പോൾ കുറച്ച് ഉളുപ്പ് വേണ്ട. അതാണ് ഉളുപ്പ് വേണ്ടേ എന്നുള്ള ചോദ്യം തന്നെയാണ് സത്യത്തിൽ ചോദിക്കേണ്ടത്. സത്യത്തിൽ ഇതൊന്നും ഈ സെൻസിറ്റീവായ സെൻസേഷണലായ ഇഷ്യൂസിൻ്റെ ഇടയിൽ നമ്മുടെ മാധ്യമങ്ങൾ മറന്നു പോകുന്ന ചോദ്യങ്ങളാണ്. ജനങ്ങൾ ചോദിക്കേണ്ട ചോദ്യവുമാണ്, പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണത്. ഇപ്പോൾ അദാനി മുതലാളി അദ്ദേഹത്തിൻ്റെ നാടാക്കി കേരളത്തെ മാറ്റുന്നു. കേരളത്തിൽ മർമ്മപ്രധാനമായ വരുമാനം ഉണ്ടാക്കുന്ന മേഖലകളൊക്കെ, സെക്ടറൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. തുറമുഖം, വിമാനത്താവളം. ഇപ്പോൾ ഇനി ചെയ്യുന്നത് കയറ്റുമതി, അതാണ് ലോജിസ്റ്റിക്സ്. അതിനൊക്കെ ഭൂമി കൊടുക്കുന്നത് നമ്മുടേതാണ്, നമ്മുടെ ഭൂമിയാണ്. ആലോചിച്ച് നോക്കൂ, തുറമുഖത്തിന് വേണ്ടി കൊടുക്കുന്നത്, ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് നമ്മളാണ്, നമ്മുടെ പണിയാണത്. ഭൂമി നമ്മൾ വിട്ടുകൊടുക്കണം, അടിസ്ഥാന റോഡ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം, ആവശ്യമുള്ള നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള മുഴുവൻ കല്ലും മണ്ണും നമ്മൾ കൊടുക്കണം. അത് മാത്രം നോക്കിയാൽ മതി. കേരളത്തിൻ്റെ പാരിസ്ഥിതിക രംഗത്ത് എന്തുമാത്രം നാശമുണ്ടായി. അവിടെ നമ്മുടെ ജൈവ ആഘാതം വേറെ,
കടൽ ജീവികൾക്കും കടലിൻ്റെ പരിസരത്തിനും തീരദേശത്തും ഉണ്ടായ പ്രശ്നം, മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം, ഇതൊക്കെ അവഗണിക്കുന്നത് അദാനി മുതലാളിക്ക് വേണ്ടിയാണ്. ആ അദാനി മുതലാളി 600 കോടി അദ്ദേഹത്തിൻ്റെ ആവശ്യാർത്ഥം ഒരു കമ്പനി തുടങ്ങുന്നു. ആ കമ്പനിക്ക് മുഖ്യമന്ത്രി പോയി തറക്കല്ലിടുന്നു. എന്നിട്ട് നമ്മൾ കേരളത്തിൻ്റെ വികസനം എന്ന് ആർത്തു വിളിക്കുന്നു. ഈ വിരോധാഭാസമാണ് ഈ ഓണത്തിൻ്റെ തൊട്ട് മുമ്പ് മലയാളി തിരിച്ചറിയേണ്ടത്. ഈ തട്ടിപ്പാണ്. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.